പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന വയനാടിനെ ഉപേക്ഷിച്ചെന്ന പ്രചരണം ശക്തമാക്കാനാണ് ഇടത് നീക്കം. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്ന തീരുമാനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. എന്നാൽ രാഹുൽ ഗാന്ധി മണ്ഡലമൊഴിയുന്നതിൽ നിരാശയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് എ.പി. അനിൽകുമാർ എം.എൽ.എ. കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുമായിട്ടുണ്ടാക്കിയ ഒരു ആത്മബന്ധം വളരെ വലുതായിരുന്നു. അത് രാഹുൽ ഗാന്ധി പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വൈകാരികമായിട്ട് വയനാടിനോടുള്ള അടുപ്പം. അതുകൊണ്ട് തന്നെ അദ്ദേഹം 5 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് മാറി മറ്റൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനകത്ത് അതേറെ പ്രയാസമുണ്ടാക്കുന്ന, വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷെ ആ പ്രയാസവും സങ്കടവും ഒക്കെ മാറ്റുന്ന ഒരു തീരുമാനമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പാർട്ടിയുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടുകാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും ചരിത്ര ഭൂരിപക്ഷം നൽകി വയനാട്ടുകാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കുമെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.പി. ദുൽകിഫിലിന്റെ പ്രതികരണം. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന വയനാടിനെ രാഹുൽ ഗാന്ധി ചതിച്ചെന്നാണ് CPIM നേതാവ് നാസർ കൊളായി പ്രതികരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരിൽ മത്സരിക്കുക എന്നുള്ളത് അതിന്റെ നിർബന്ധമായ കാര്യമാണ്. ഇവിടെ ഇപ്പോ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിച്ച തീരുമാനമാണ് വന്നിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.